ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും പൂർത്തിയാകാത്ത ഉത്തരങ്ങളും നിറഞ്ഞൊരു സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടോ? അവിടേക്ക് പോകണ്ട എന്ന ആൾക്കാർ പറഞ്ഞ ദുരൂഹതയുടെ ഒരു കൂടാരത്തിലേക്ക് യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്ലിക്കറിംഗ് ഫ്രെയിംസ്. പ്രകൃതി ഭംഗിയിലേക്കോ സഞ്ചാരികളുടെ മനം കവരുന്ന കാഴ്ചകളുടെ മനോഹാരിതയിലേക്കോ ഒന്നുമല്ല ഇന്നത്തെ നമ്മുടെ യാത്ര. വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ളതും എന്നാൽ ഒരുപാട് ദുരൂഹമായ കഥകൾ ഒളിഞ്ഞിരിക്കുന്നതുമായ മൂന്നാറിൻ്റെ സ്വന്തം ലോഡ്ജ് ഹിദർ നമ്പർ 928 SC അഥവാ മണ്ടവെട്ടിക്കോവിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. പഴയ മൂന്നാറിൽ നിന്നും ഗ്യാപ്പ് റോഡിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പാലമുണ്ട്. അവിടെ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് ചൊക്കനാട് പോകുന്ന റൂട്ടിലാണ് ഈ കെട്ടിടമുള്ളത്. ഗൂഗിൾ മാപ്പിലും ഈ കെട്ടിടത്തിൻ്റെ ലൊക്കേഷൻ അവൈലബിൾ ആണ്. അങ്ങനെ ഞങ്ങളുടെ ആ യാത്ര ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു. കുറച്ചു കാലമായി ചില യൂട്യൂബ് വീഡിയോസിലും മറ്റുള്ളവർ പറഞ്ഞുമൊക്കെയാണ് അധികം ആൾക്കാർക്ക് അറിയില്ലാത്ത ഈ ലോഡ്ജ് ഹെദറിനെ പറ്റി ഞങ്ങൾ അറിഞ്ഞത്. രാത്രികാലങ്ങളിൽ പേടി സ്വപ്നമായി മാറിയിരുന്ന ചില മുത്തശ്ശി കഥകളിൽ പറഞ്ഞു കേട്ടിരിക്കുന്നത് പോലെയുള്ള ദുരൂഹതകൾ നിറഞ്ഞ ഈ കെട്ടിടത്തെ പറ്റിയുള്ള ചില നിഗൂഢ കഥകൾ കേട്ടതോടുകൂടിയാണ് എന്തായാലും ഇതൊന്ന് കാണാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ലോഡ്ജ് ഹെദറിലെത്തിയ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് വിജനമായ ഒരു ഇടവഴിയിൽ അത്ര പെട്ടെന്നൊന്നും ആരും ശ്രദ്ധിക്കാത്ത രീതിയിലിരിക്കുന്ന ഒരു നീളമുള്ള കെട്ടിടമാണ്. റോഡിൽ നിന്ന് കുറച്ച് ദൂരെയാണ് ഈ കെട്ടിടമുള്ളത്. ഒരു ചെറിയ ഇരുമ്പ് ഗേറ്റ് കടന്നു വേണം കെട്ടിടത്തിലേക്ക് പോകാൻ. കൂടാതെ ഇംഗ്ലീഷ് ലിപിയിൽ മനോഹരമായി ലോഡ്ജ് ഹെദർ നമ്പർ 928 SC എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബോർഡും ഇവിടെ കാണാം. ഗേറ്റിൻ്റെ സൈഡിൽ കൂടെ കണ്ട വഴിയിലൂടെ ഞങ്ങൾ കെട്ടിടത്തിനടുത്തേക്ക് നടന്നു. ചെറിയ രീതിയിൽ മഴ തോളുന്നുണ്ടായിരുന്നു. അടുത്ത് ചെന്നപ്പോഴാണ് ലോഡ്ജ് ഹെദറിൻ്റെ കുറച്ച് പ്രത്യേകതകൾ ഞങ്ങൾ ശ്രദ്ധിച്ചത്. ഒരു വലിയ ഹാൾ പോലെയാണ് ഈ സ്ട്രക്ചർ ഉള്ളത്. ഇതിനകത്തേക്ക് കയറാൻ ആകെപ്പാടെ ഉള്ളത് ഒറ്റ വാതിൽ മാത്രം. കൂടാതെ വാതിലിന് ഇരുവശത്തുമായി 2 ജനാലകളുമുണ്ട്. വാതിൽ താഴിട്ട് പൂട്ടിക്കിടക്കുകയാണ്. ജനാലകളെല്ലാം ആണി തറച്ച് അടച്ചു കിടക്കുകയാണ്. ഒരുപക്ഷെ ഈ വാതിലുകളും ജനലുകളും എല്ലാം അടഞ്ഞു കിടക്കുന്നതുകൊണ്ടാവണം ആളുകൾക്ക് ഇതിനുള്ളിൽ എന്താണെന്നറിയാനുള്ള ആകാംക്ഷ നൽകുന്നത്. ഏതൊരു കെട്ടിടത്തിനും വായു സഞ്ചാരത്തിനായി എയർ ഹോളുകളുണ്ട്. അത് കെട്ടിടത്തിന് മുകളിലായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ലോഡ്ജ് ഹെദറിൻ്റെ എയർ ഹോളുകൾ തറയോട് ചേർന്നാണുള്ളത്. ഈ കെട്ടിടത്തിന് ചുറ്റും തറയോട് ചേർന്ന് നിശ്ചിത അകലത്തിൽ എയർ ഹോളുകൾ കാണാൻ നമുക്ക് സാധിക്കും. ഇത് പണ്ടത്തെ ബ്രിട്ടീഷ് എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമാണോ എന്നൊന്നും അറിയില്ല. ഇവിടെ പ്രചരിക്കുന്ന കഥ എന്താണെന്ന് വെച്ചാൽ കെട്ടിടത്തിനൊരു അണ്ടർഗ്രൗണ്ട് ഉണ്ട് എന്നും അങ്ങോട്ട് വായു സഞ്ചാരത്തിനായാണ് ഇങ്ങനെ എയർ ഹോളുകൾ നിർമ്മിച്ചിരിക്കുന്നതുമെന്നുള്ള ഒരു റൂമറാണ്. കൂടാതെ ഈ കെട്ടിടത്തിൻ്റെ പുറകിലായിട്ട് നമുക്ക് മറ്റൊരു റൂം പോലത്തെ ഒരു സ്ട്രക്ചർ കാണാം. ഇതല്ലാതെ അകത്ത് എത്ര റൂമുണ്ടെന്നോ ഈ കെട്ടിടത്തിൻ്റെ ലേഔട്ടോ ഒന്നും അറിയാനുള്ള വഴികൾ ഇവിടെയില്ല. ലോഡ്ജ് ഹെദർ ഇപ്പോൾ കണ്ണൻ ദേവൻ കമ്പനിയുടെ കയ്യിലാണ്. ഇപ്പോഴും ഈ കെട്ടിടം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നതിന് തെളിവായിട്ട് പുതിയ പെയിൻ്റ് അടിച്ചിരിക്കുന്നതും അടുത്ത കാലത്തിട്ട പുതിയ ഷീറ്റുകളൊക്കെ നമുക്കിവിടെ കാണാം. ലോഡ്ജ് ഹെദറിനെ പറ്റിയുള്ള റൂമേഴ്സ് പറയുന്നതിന് മുൻപേ ഈ കെട്ടിടത്തിൻ്റെ ചരിത്ര പ്രാധാന്യത്തെപ്പറ്റി പറയാം. 99-ലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന 1924-ലെ വെള്ളപ്പൊക്കവും 2018-ലെ വെള്ളപ്പൊക്കവും ഉണ്ടായിട്ടും ഈ കെട്ടിടം നശിച്ചു പോയില്ല എന്നതാണ് ഈ കെട്ടിടത്തെ വേറിട്ട് നിർത്തുന്നത്. കൂടാതെ മൂന്നാറിലെ ആദ്യത്തെ പള്ളിയായ CSI ക്രൈസ്റ്റ് ചർച്ചിന് മുൻപെയാണ് ഈ കെട്ടിടം നിർമ്മിച്ചതെന്നും പറയപ്പെടുന്നു. ലോഡ്ജ് ഹെദറിൻ്റെ ചരിത്രത്തെ പരിശോധിക്കുമ്പോൾ ഏകദേശം 1902-ലാണ് ഈ കെട്ടിടം പണി കഴിപ്പിച്ചതെന്നാണ് അറിയാൻ സാധിച്ചത്. 14-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഫ്രീമേസൺസ് എന്ന സംഘടനയെപ്പറ്റി നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിരിക്കും. പുരാതന കാലത്ത് ഒരുപാട് നിർമ്മിതികൾ ഉണ്ടാക്കിയ കൽപ്പണിക്കാർക്ക് ഒരു സംഘടനയുണ്ടായിരുന്നുവെന്നും അവരുടെ ഒരു സംഘടനയുടെ തുടർച്ചയായിട്ട് വരുന്ന ഒരു സംഘടനയാണ് ഫ്രീമേസൺസ് എന്നുമാണ് പൊതുവെയുള്ള ചരിത്രം. എന്നാൽ ഇവരുടെ രഹസ്യ സ്വഭാവമുള്ള കൂടിക്കാഴ്ചകളും അതിനായി ഇവർ നിർമ്മിച്ച ലോഡ്ജ് എന്നറിയപ്പെടുന്ന കെട്ടിടങ്ങളും ഇവരെ എക്കാലത്തും സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വസ്തുതകളൊക്കെ കൊണ്ടാവണം ഇവരെ സാത്താൻ ആരാധകരായിട്ടും ഇലുമിനാറ്റി ആയിട്ടുമൊക്കെ ബന്ധിപ്പിച്ച് പല സ്ഥലങ്ങളിലും പല കഥകളും പ്രചരിപ്പിക്കാൻ കാരണം. ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന കാര്യമല്ല, വിദേശ രാജ്യങ്ങളിൽ നടക്കുന്നതാണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് തെറ്റി. നമ്മുടെ കേരളത്തിൽ തന്നെ പണ്ട് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചത് കൂടാതെ ഇപ്പോഴും അങ്ങിങ്ങായി അത്തരം ലോഡ്ജുകളുണ്ട്. ലോഡ്ജ് കൊച്ചിനും കൊല്ലത്തുള്ള ക്രൗത്തർ മെയ്സണിക് ഹാളെല്ലാം ഉദാഹരണങ്ങൾ മാത്രം.
അതുമാത്രമല്ല, സമൂഹത്തിലെ ചില ഉന്നത വ്യക്തികൾ വരെ ഈ സംഘടനയിലെ അംഗങ്ങളാണെന്നതും മറ്റൊരു സത്യം. ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജാവ് ഈ സംഘടനയിൽ അംഗമായിരുന്നു. സംഘടനയുടെ ഒഫീഷ്യൽ ഡ്രസ്സ് ധരിച്ച് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എല്ലാം യൂട്യൂബിൽ കാണാൻ കഴിയും. ഇനി നമ്മുടെ വീഡിയോയിലെ ഏറ്റവും പ്രസക്ത ഭാഗമായ ലോർഡ് ജുഹൈദറിനെ പറ്റി 24-ാം നൂറ്റാണ്ടിലും പ്രചരിക്കുന്ന കുറച്ച് കഥകളെപ്പറ്റി കേട്ടാലോ? ആദ്യമായി തന്നെ ലോർഡ് ജുഹൈദറിന് എങ്ങനെ മണ്ടവെട്ടിക്കോവിൽ എന്ന പേര് വന്നു എന്ന് നോക്കാം. മൂന്നാർ ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്ന സമയത്ത് ഫ്രീമേസൺ അംഗങ്ങൾ ഇവിടെ രാത്രിയിലും മറ്റും രഹസ്യ മീറ്റിങ്ങുകൾ കൂടിയിരുന്നുവെന്നും അവരുടെ ആഭിചാരക്രിയകളിൽ പിശാചിന് തലവെട്ടി ആരാധന നടത്തുന്ന രീതി ഉണ്ടായിരുന്നുവെന്നുമാണ് ആ റൂമർ. പിന്നീട് ഇവിടെ പലരും രാത്രിയിൽ സായിപ്പിൻ്റെ പ്രേതത്തെ കണ്ടിട്ടുണ്ട് എന്നും കഥകൾ പ്രചരിക്കുന്നു. ഈ കഥകളൊക്കെ കേട്ട ഞങ്ങൾ എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കണമെന്ന് വിചാരിച്ച് വർഷങ്ങളായി മൂന്നാറിൽ താമസിക്കുന്ന ഒരു പരിചയക്കാരനോട് അന്വേഷിച്ചപ്പോൾ കേട്ട കാര്യങ്ങൾ വീണ്ടും നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നതാണ്. ഇപ്പോഴും മൂന്നാറിൽ ഫ്രീമേസൺ അംഗങ്ങളുണ്ടെന്നും അവർ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന രീതി കൊണ്ട് അംഗങ്ങൾ തമ്മിൽ തിരിച്ചറിയുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടു. എന്തായാലും ലോർഡ് ജുഹൈദറിലേക്കുള്ള യാത്ര ജീവിതത്തിൽ മറക്കാനാവാത്ത പുതിയൊരനുഭവമായിരുന്നു ഞങ്ങൾക്ക് സമ്മാനിച്ചത്. നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ അറിയാത്തതും കേട്ടിട്ടില്ലാത്തതുമായ എത്രയേറെ കാര്യങ്ങളും നിഗൂഢതകൾ നിറഞ്ഞ ഇടങ്ങളുമുണ്ട് എന്ന് ഞങ്ങൾ ഓർത്തു. ഇനിയും ഇത്തരം മറക്കാനാവാത്ത യാത്രാനുഭവങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.